ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 10th പ്രിലിംസ് 4 സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ ചോദിച്ച 2 ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങളാണ് ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ്, ലാബോറട്ടറി അസിസ്റ്റന്റ്, ഈ 2 തസ്തികകളിലെ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് എത്ര മാർക്കുള്ളവർ വരെ ഇനി പഠിക്കാനായിട്ട് ഇരിക്കണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, 2025 PSC എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചാൽ നല്ലൊരു റാങ്ക് ലിസ്റ്റ് വരാം, അതേപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് എങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം, എന്താണ് അതിനുവേണ്ടി ചെയ്യേണ്ടത്, ഈ ചോദ്യങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ചോദിച്ചത്. നിങ്ങളെയും ഇങ്ങനെ 2 ചോദ്യങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മൊത്തമായിട്ട് കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതായത് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ്, അതേപോലെ തന്നെ ലാബോറട്ടറി അസിസ്റ്റന്റ്, ഈ ഒരു എക്സാമിന് എത്ര മാർക്കുള്ളവർ വരെയാണ് നിലവിൽ എന്ത് ചെയ്യേണ്ടത്, പഠിക്കാനായിട്ട് ഇരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 10th പ്രിലിംസ് നിലവിൽ 6 കാറ്റഗറിക്ക് വേണ്ടിയിട്ടായിരുന്നു 4 സ്റ്റേജുകളിലായിട്ട് നടത്തിയത്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, 134/2023 സ്റ്റേറ്റ് വൈഡ് സ്റ്റോർ കീപ്പർ എന്ന് പറയുന്ന പോസ്റ്റ് ആയിരുന്നു. രണ്ടാമത്തെ 259/2023 സ്റ്റേറ്റ് വൈഡ് സ്റ്റോർ കീപ്പർ, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആയിരുന്നു. അടുത്തത് 446/2023 ആണ്, അത് അസിസ്റ്റന്റ് ടൈം കീപ്പർ ആണ്, പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടിയിട്ടാണ്. അടുത്തത് 447/2023 ലാബോറട്ടറി അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അതായത് ജില്ലാ തലത്തിൽ 14 ജില്ലകളിലേക്കും വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ലാബോറട്ടറി അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ലാബുകളിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു തസ്തിക നിലവിൽ എന്ത് ചെയ്യുന്നത്, വിളിക്കപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് 587/2023 10th ലെവൽ പ്രിലിംസിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള എക്സാം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എന്താണ് കാത്തിരുന്ന പോസ്റ്റാണ് ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്നത്. അതായത് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, KPSC കേരള PSC, ലോക്കൽ ഫണ്ട് ഓഡിറ്റ്, കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ് എക്സെട്ര, ഈ ഒരു എന്താണ് സ്ഥലങ്ങളിലേക്ക് വേണ്ടിയിട്ടാണ് നിലവിൽ ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. അടുത്തത് 696/2023 സ്റ്റേറ്റ് വൈഡ് പിയൂൺ റൂം അറ്റൻഡ് നൈറ്റ് വാച്ച്മാൻ, കേരള സ്റ്റേറ്റ് കോഓപ്പറേഷൻ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡ് ആണ് ഈ പറയുന്ന പോസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ 6 കാറ്റഗറിയിലെ പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ടാണ് നിലവിൽ എന്ത് ചെയ്തത്, ഈ പറയുന്ന പ്രിലിംസ് എക്സാം നടന്നത്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്കറിയാം 4 സ്റ്റേജുകളിലായിട്ടായിരുന്നു നിലവിൽ എന്ത് ചെയ്തത്, ഈ ഒരു എക്സാം നടന്നത്. അപ്പോൾ 4 സ്റ്റേജുകളിൽ എക്സാം നടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് 4 സ്റ്റേജുകൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എബോവ് ആവറേജ്, അത്യാവശ്യം നല്ല ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഫസ്റ്റ് സ്റ്റേജിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നിലവിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഇംഗ്ലീഷ് ആയാലും മാത്സ്, മലയാളം ഒക്കെ എന്താണ് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്ന് അത്യാവശ്യം നല്ലൊരു എക്സാം തന്നെയായിരുന്നു ഫസ്റ്റ് സ്റ്റേജിലെ ഉദ്യോഗാർത്ഥികൾക്ക്. അതുകൊണ്ട് തന്നെ അവിടെ ഡിലീഷൻ എന്ന് പറയുന്നത് ഒരു ഡിലീഷനാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, 99 മാർക്കിലാണ് നിലവിൽ ഫസ്റ്റ് സ്റ്റേജിലെ ഉദ്യോഗാർത്ഥികൾക്ക് എക്സാം വന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേജ് നോക്കുകയാണെങ്കിൽ ആവറേജ് ലെവലിലുള്ള ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ അകത്ത് 3 ഡിലീഷനാണ് നിലവിൽ വന്നത്. 3 ഡിലീഷൻ വന്നിട്ടുണ്ടായിരുന്നു സെക്കൻഡ് സ്റ്റേജിൽ. ഇനി അടുത്തത് മൂന്നാമത്തെ സ്റ്റേജ്. നിലവിൽ 4 സ്റ്റേജുകൾ നമ്മളെടുത്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഏറ്റവും എളുപ്പം വന്ന ഒരു സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൂന്നാമത്തെ സ്റ്റേജിലെ ഉദ്യോഗാർത്ഥികളാണ്. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, മൂന്നാമത്തെ സ്റ്റേജ് ഏറ്റവും എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ഡിലീഷനാണ് അവിടെ വന്നത്. അതായത് നിലവിൽ 93 മാർക്കിലാണ് അവർക്ക് എക്സാം വരുന്നത്. അതേപോലെ തന്നെ പല ബേസ് ചോദ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, തേർഡ് സ്റ്റേജിലെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് മൈനസ് മാർക്ക് ഏറ്റവും കൂടുതൽ വന്ന ഒരു സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, തേർഡ് സ്റ്റേജ് ആണ്. ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് നമ്മൾ ആ സമയത്ത് പല ഉദ്യോഗാർത്ഥികളുടെ അടുത്തും ചോദിച്ചപ്പോഴും അവരെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഈ ചോദ്യങ്ങളൊന്നും ഒരിക്കലും വരുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് സാറേ ഇതൊക്കെ സ്കിപ്പ് ചെയ്ത ചോദ്യങ്ങളായിരുന്നു. പക്ഷെ ആ ചോദ്യങ്ങളാണ് അപ്രതീക്ഷിതമായിട്ട് ചോദ്യപേപ്പറിൽ കണ്ടപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷനായി, കുറേ നെഗറ്റീവ് അടിച്ചു എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താണ് നിലവിൽ ഏറ്റവും കൂടുതൽ ചാൻസസ് വന്നത് തേർഡ് സ്റ്റേജിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ്. അപ്പോൾ ഏതൊരു പ്ലാറ്റ്ഫോമിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ബേസ് ആയിട്ട് വരുന്ന കുറേ ചോദ്യങ്ങൾ അവർ നന്നായിട്ട് പഠിച്ചു, അത് അവർ എന്താണ് നന്നായിട്ട് അത് നോക്കുകയും ചെയ്തു. അതേപോലെ തന്നെ എന്താണ് നേരെ പോയി എക്സാം എഴുതിയപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അവർ ആദ്യം കേട്ട സാധനങ്ങളായതുകൊണ്ട് തന്നെ
തേർഡ് സ്റ്റേജിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് നിലവിലെ ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. എബോവ് ആവറേജ് ആയിരുന്നു. അതായത് നിലവിലെ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ, കറണ്ട് അഫയേഴ്സ് നല്ല ടൈറ്റ് ആക്കി കളഞ്ഞു. അതേപോലെ തന്നെ ഫിസിക്സ്, അങ്ങനെയുള്ള എല്ലാ ഭാഗത്തു നിന്നും അത്യാവശ്യം നല്ല ലെവലിലുള്ള ചോദ്യങ്ങൾ വന്ന ഒരു ചോദ്യപേപ്പർ ആയിരുന്നു ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ അവസാനം ഇതിന്റെ ഒരു നോർമലൈസേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന കട്ട് ഓഫ് എത്രയാന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 4 സ്റ്റേജുകൾ നമ്മൾ നോക്കി അതിന്റെ എക്സാം എഴുതി കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ഫീൽ എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിലെ ഉദ്യോഗാർത്ഥികൾ പറയും സെക്കൻഡ് സ്റ്റേജുകാർക്ക് ഭയങ്കര എളുപ്പമായിരുന്നു, സെക്കൻഡ് സ്റ്റേജുകാർ തേർഡ് സ്റ്റേജ്. നിലവിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സിൻസിയർ ആയിട്ട് പറയുകയാണെങ്കിൽ തേർഡ് സ്റ്റേജിലെ ഉദ്യോഗാർത്ഥികൾക്കാണ് ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയത്. ബട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്നതും ഈ ഒരു സ്റ്റേജുകാർക്കാണ്. അതേപോലെ തന്നെ എന്താണ് അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൻ്റെ അകത്ത് പറയാൻ പറ്റുന്നത് സെക്കൻഡ് സ്റ്റേജുകാർക്കാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അതായത് ആവറേജ് ലെവലിലുള്ള ചോദ്യങ്ങൾ എല്ലാ മേഖലകളിൽ നിന്നും വന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ സിലബസിനോട് 100% നീതി പുലർത്തുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. നിങ്ങൾ ഇതെല്ലാ ചോദ്യ പേപ്പറുകളും കണ്ടതാണ്, ഇതെല്ലാം നിങ്ങൾ ആൻസർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് നേരെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിന്റെ കാര്യത്തിലേക്ക് നോക്കാം. അതായത് നിലവിലെ ഈ ലിസ്റ്റ് കംപ്ലീറ്റ് എടുത്തു പോയൊരു ലിസ്റ്റാണ്. ഏകദേശം 1.5 വർഷം കൊണ്ട് തന്നെ ഈ പറയുന്ന ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്ന പോസ്റ്റ് ഫുൾ കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്ത് മെയിൻ ലിസ്റ്റ് കംപ്ലീറ്റ് ആയ ഒരു ലിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും കൂടുതൽ വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുള്ളതും ഏത് തന്നെയാണ്, ഈ ഒരു എക്സാമിൽ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടക്കുന്ന ഒരു എക്സാം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കോമ്പറ്റീഷൻ ലെവലും ഇതിന് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ നമ്മൾ സ്ഥിതിഗതികളൊന്ന് നോക്കുകയാണെങ്കിൽ ഓഫീസ് അറ്റൻഡ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് KPSC KSAD AG ആണ്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ടോട്ടൽ അഡ്വൈസ് 893 ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് 4/3/2024 എന്ത് ചെയ്തിരിക്കുകയാണ്, നിലവിൽ ഈ ഒരു ലിസ്റ്റ് ക്ലോസ് ആയി ഇരിക്കുകയാണ്. അന്ന് എന്ന് പറയുന്നത് കട്ട് ഓഫ് 69.67 ആയിരുന്നു. മെയിൻ ലിസ്റ്റിൽ 886 പേരായിരുന്നു വന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികൾ 886 പേരാണ്. ടോട്ടൽ അഡ്വൈസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 893. ഇവിടെ നമുക്കറിയാം OC ഓളായി, അതേപോലെ തന്നെ ഈഴവ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 2 എണ്ണം പോയിട്ടുണ്ട്. SC 65 സപ്ലിമെന്ററി ലിസ്റ്റ്, ST 22 സപ്ലിമെന്ററി, അതേപോലെ മുസ്ലിം സപ്ലിമെന്ററി 41. അങ്ങനെ ലാറ്റിൻ കത്തോലിക്സ് OBC എല്ലാത്തിൻ്റെയും സപ്ലിമെന്ററി എന്ന് വരെയും എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ നിലവിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ ലിസ്റ്റിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ വേക്കൻസീസ് 360 പരം വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് തുടക്കക്കാരായിട്ട് വരുന്ന, അതായത് ഫസ്റ്റ് അഡ്വൈസ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു തുടക്കക്കാരായിട്ട് ഒരു 400-500 പേർക്ക് തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കയറാനായിട്ട് പറ്റും. കാരണം അത്രയും ബൾക്കായിട്ട് വേക്കൻസി അവിടെ വന്ന് കിടക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ്. അതേപോലെ തന്നെ നമ്മൾ സർവീസിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രൊമോഷൻ സാധ്യതകൾ വരുന്ന ഒരു പോസ്റ്റാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കുള്ള പ്രൊമോഷൻ ടെസ്റ്റുകൾ എഴുതി മാറാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഗ്ലാമറസ് ആയിട്ട് തന്നെ ഉള്ള ഒരു ജോബ് തന്നെയാണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്ന ആ ഒരു ജോബ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിലവിലത്തെ ഈ ഒരു സ്ഥിതിഗതികൾ വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് ഈ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ്, അതേപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആളുകളുടെ എണ്ണം, അതേപോലെ തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്തേക്കണ വേക്കൻസി, ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലും, അതേപോലെ തന്നെ നമ്മുടെ ഖാദി ബോർഡ് LDCയുടെ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. ലാബ് അറ്റൻഡർ ഡ്രഗ്സ് കൺട്രോളർ, അതും സ്റ്റേറ്റ് വൈഡ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തും ഏകദേശം ഈ പറയുന്ന 75 മുകളിലേക്കുള്ള ഒരു കട്ട് ഓഫിലേക്കൊക്കെയാണ് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം നിങ്ങൾ, അതായത് നമ്മുടെ ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക്, സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 65 മാർക്കിന് മുകളിലേക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതായത് കാരണം എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 65 മാർക്ക് മുകളിലേക്ക് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മെയിൻ ലിസ്റ്റിൽ ഏകദേശം ഒരു
എന്താണ് 1000 പേരെ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ, കാരണം കഴിഞ്ഞ പ്രാവശ്യം 886 പേരെയാണ് ഉൾപ്പെടുത്തിയത് മെയിൻ ലിസ്റ്റിൽ. എന്നിട്ട് ആ മെയിൻ ലിസ്റ്റ് കംപ്ലീറ്റ് ആയി പോയി. എന്നിട്ട് നിലവിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് 360 വേക്കൻസി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ഒരു 1000 പേരുടെ മെയിൻ ലിസ്റ്റ് ഇടും. എങ്കിൽ മാത്രമാണ് എന്താണ് ഈ പറയുന്ന ഒഴിവുകൾ എന്താണ് 3 വർഷത്തിനുള്ളിൽ നികന്നു പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇതിപ്പോൾ 1.5 വർഷം കൊണ്ട് ഇത്രയും ലിസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് 1000 പേരുടെ മുകളിലേക്കുള്ള ഒരു ലിസ്റ്റ് വന്നാലും 3 വർഷത്തിനുള്ളിൽ ഈ ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും 1000 മുകളിലേക്കുള്ള ഒരു ലിസ്റ്റ് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 65 മുകളിലേക്ക് ഒരു കട്ട് ഓഫ് വന്ന് ഒരു 3000 മുകളിലേക്കുള്ള ഒരു ലിസ്റ്റ് എന്തായാലും PSC പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, 65 മുകളിൽ മാർക്ക് ഉള്ളവർ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിച്ചോ. ഇനി പഠിക്കേണ്ട കാര്യങ്ങളും ബാക്കി സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു പോസ്റ്റ് കൂടി നമുക്ക് പറയാനുണ്ട്. ഏതാണ്? ലാബോറട്ടറി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പോസ്റ്റാണ് ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഡിസ്ട്രിക്ട് വൈഡ് വരുന്ന എക്സാം ആണ്. 14 ജില്ലകളിലേക്കുമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത്, നിലവിൽ വിളിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ അഡ്വൈസും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, അതായത് 14 ജില്ലകളിലേക്കും വേണ്ടിയിട്ടാണ് നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു എക്സാം നടത്തിയത്. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 85, 83, 79, 82, 86, 83, 70, 81. അപ്പോൾ ഏറ്റവും കൂടുതൽ എപ്പോഴും ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ തന്നെ കട്ട് ഓഫ് വരാറുള്ളത് ട്രിവാൻഡ്രം ജില്ല തന്നെയാണ്. 85.67 തന്നെയാണ് അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ബാക്കി വരുന്നത് പാലക്കാട് 84 ഉണ്ട്, കണ്ണൂർ 83 ഉണ്ട്, 82 കോട്ടയം ഉണ്ട്. അങ്ങനെ ഒക്കെയാണ് നിലവിൽ വരുന്നത്. എന്തായാലും 85 താഴേക്ക് വരുന്ന ഒരു കട്ട് ഓഫ് ആണ് തീർച്ചയായിട്ടും ഏതിൽ വരുന്നത്, ഈ പറയുന്ന ലാബോറട്ടറി അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ അഡ്വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം 4 ജില്ലകളിൽ മാത്രമാണ് 90-ൽ താഴെ അല്ലെങ്കിൽ 100-ൽ താഴെ അഡ്വൈസ് പോയിരിക്കുന്നത് 4 ജില്ലകളിൽ മാത്രമാണ്. ഒന്ന് ട്രിവാൻഡ്രം, അതേപോലെ തന്നെ എന്താണ് തൃശ്ശൂർ, അതേപോലെ മലപ്പുറം, പിന്നെ വരുന്നത് മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, ട്രിവാൻഡ്രം, അതേപോലെ എറണാകുളം 70 ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത്, കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് ഏകദേശം എന്താണ് 85 താഴത്തേക്ക് വരുന്ന കട്ട് ഓഫ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ മാർക്കുള്ളവർക്ക് മാത്രമാണ്, ഒരു 3, 4, 5 മാർക്കോ വന്ന ആളുകളൊക്കെയാണ് നിലവിൽ ഇപ്പോൾ ഈ പറയുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും കറക്റ്റ് കട്ട് ഓഫിൽ വന്ന ഉദ്യോഗാർത്ഥികൾക്കല്ല നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന നമ്മുടെ പോയിരിക്കുന്നത് അഡ്വൈസ് പോയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാരണം ഒരു അടുത്തൊരു എക്സാം നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. കാരണം ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം PSC എന്ന് പറയുന്ന ഫീൽഡിൽ അവന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും എന്താണ് ഒരു പ്രൊഫൈൽ മെസ്സേജോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഒരു നമ്മൾ ലിസ്റ്റിലെങ്കിലും വരിക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഇതൊരു എന്താണ് നമ്മുടെ പ്രിലിംസ് എക്സാമായി ആ പ്രിലിംസിലേക്ക് മാക്സിമം ഉദ്യോഗാർത്ഥികളെ കയറ്റിയിട്ടതിന് ശേഷം അടുത്തൊരു മെയിൻസിലേക്ക് കുറച്ചുകൂടിയും ടൈറ്റാക്കി എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന എക്സാം ടൈറ്റാക്കി അതിൻ്റെ അകത്ത് കട്ട് ഓഫും കയറ്റി എന്താണ് ലിസ്റ്റ് കുറയ്ക്കാനാണ് സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഒരു 75 അല്ലെങ്കിൽ ഒരു 70 മാർക്കിന് മുകളിലേക്കുള്ള ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ ഒരു 75 മാർക്ക് മുകളിലേക്കുള്ളവർക്ക് ഈ പറയുന്ന ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കും 65 മുകളിൽ മാർക്ക് വരുന്ന ആളുകൾക്കൊക്കെ ഏതിലേക്ക്, ഈ പറയുന്ന ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കും ഈ പറയുന്ന ജില്ലകളിലെ എല്ലാവർക്കും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിലവിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു മാർക്കാണ് നിലവിൽ മാനദണ്ഡമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ 65 മാർക്കിന് മുകളിലുള്ളവരൊക്കെ ഏത് നോക്കിക്കോ, ഓഫീസ് അറ്റൻഡിലേക്ക് നോക്കിക്കോ. അതേപോലെ തന്നെ 75 മാർക്ക് മുകളിലേക്കുള്ളതൊക്കെ ലാബ് അസിസ്റ്റന്റിനുള്ള എക്സാമിന് വേണ്ടിയിട്ട് നോക്കിക്കോ. കാരണം അതിന് മെയിൻസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് സെപ്പറേറ്റ് ടോപ്പിക്സ് കൂടിയാണെന്ന് തോന്നുന്നു ലാബ് അസിസ്റ്റന്റ് വരുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു ചോദ്യമായിരുന്നു 2025 PSC എക്സാമുകളിൽ ഒരു റാങ്ക് ലിസ്റ്റിൽ വരാനും അതേപോലെ തന്നെ പഠനം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാനും വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താണ് സ്റ്റഡി പ്ലാൻ എന്നുള്ള കാര്യങ്ങളാണ് അടുത്തൊരു ചോദ്യം.
അതിനുള്ള മറുപടിയാണ് ഈ കാണുന്നത്. അതായത് സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ LDC മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് 75 ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന ഏകദേശം 2021 മുതൽ 2025 വരെ PSC എക്സാമുകളിൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ടോപ്പിക്സ് എല്ലാം കോർത്തിണക്കിക്കൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് അറേഞ്ച് ചെയ്ത് അത് കറക്റ്റായിട്ട് അതിൻ്റെ PDF നോട്ട് തന്ന് അതിൻ്റെ റിവിഷൻ എല്ലാം 3 ടൈംസ് കംപ്ലീറ്റ് ചെയ്ത് അതിനുശേഷം ഏകദേശം 25ഓളം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ 75 ഹോട്ട് ടോപ്പിക്സ് ഞാൻ പറഞ്ഞല്ലോ 2021 to 2025 വരെയുള്ള അതായത് ചോദ്യങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നിരിക്കുന്നത് ഏതൊക്കെ ടോപ്പിക്സ് ആണ്, ആ ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ നന്നായിട്ട് ആഴത്തിലേക്ക് ഇറക്കി പഠിപ്പിക്കുക. അതാണ് ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം 1-1.5 മണിക്കൂർ വരുന്ന ക്ലാസ്സുകളാണ് ഡെയിലി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ട SCERT, NCERT റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകളായിട്ടുള്ള ബുക്സ്, ഇപ്പോൾ ഇന്ത്യൻ പൊളിറ്റി ആണെങ്കിൽ നമ്മുടെ ലക്ഷ്മികാന്തിൻ്റെ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ശ്രീധര മേനോൻ്റെ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അതേപോലെ ഇന്ന് നിലവിൽ വിപണിയിലുള്ള എല്ലാ റാങ്ക് ഫയൽ പബ്ലിക്കേഷൻസിൻ്റെയും നമ്മൾ അതും റെഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ക്ലാസ് ആണ് നിങ്ങൾക്ക് യൂട്യൂബിൽ എല്ലാ ദിവസവും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആ ക്ലാസ്സിൻ്റെ അതേപോലെ തന്നെയുള്ള PDF നോട്ട് എന്തൊക്കെയാണോ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറയുന്നത് അതിൻ്റെ പക്ക PDF നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ പേര് വൺ ക്ലിക്ക് PSC എന്നുള്ളതാണ്. ഈ ടെലഗ്രാം ചാനലിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ ഡെയിലി നിങ്ങൾക്ക് 2021 to 2025 വരെ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചോദ്യങ്ങളാണോ PSC എക്സാമുകളിൽ ചോദിച്ചത് ആ ചോദ്യങ്ങളായിരിക്കും ക്വസ്റ്റ്യൻ പോളായിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ബോർഡ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്തു, രാവിലെ ഈ പറയുന്ന ടോപ്പിക്സിൻ്റെ ക്ലാസ് കണ്ടു, അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് നിങ്ങൾ വായിച്ചു, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് PSC കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ ക്വസ്റ്റ്യൻ ബോർഡിലൂടെ നിങ്ങളുടെ നിലവാരം എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പോരായ്മ, അല്ലെങ്കിൽ നിങ്ങൾ ആ ടോപ്പിക്സ് എത്രത്തോളം പഠിച്ചു, വെറുതെ ഓരോ ദിവസവും പല പല ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നല്ല നമ്മുടെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന സിലബസിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ഓരോന്നും സിസ്റ്റമാറ്റിക് ആയിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അറൈവൽ ഓഫ് യൂറോപ്യൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ദിവസത്തെ ക്ലാസ് പോർച്ചുഗീസ് ആണെങ്കിൽ രണ്ടാമത്തെ ദിവസം ഡച്ചുകാരുടെ ക്ലാസ് ആയിരുന്നു. പിന്നീട് എന്താണ്, പിന്നെ നമ്മൾ അടുത്ത ദിവസം ക്ലാസ് ചെയ്ത് ബ്രിട്ടീഷുകാർ, പിന്നെ ഫ്രഞ്ചുകാർ, അങ്ങനെ 4 പേരുടെ ക്ലാസ്സും കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ തുടങ്ങിയത് തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ്. മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെയുള്ള ആളുകളുടെ ഫുൾ ചരിത്രവും അതിൻ്റെ സവിശേഷതകളും പഠിച്ചതിന് ശേഷമാണ് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പിന്നെ നമ്മൾ പോകുന്നത്. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് പഠിക്കേണ്ടത് അത് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഓരോ ദിവസവും ഇതൊരു ഫ്രീ ക്ലാസ് ആണ് എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു പോരായ്മ അതിൻ്റെ അകത്ത് വരുത്തുന്നില്ല. എന്തൊക്കെയാണോ സിലബസിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടത് അത് ഓരോന്നും നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് അന്നന്നത്തെ ക്ലാസ്സുകൾ കഴിയുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പോൾ ഉൾപ്പെടെ പഠിച്ച് സെറ്റാക്കി നിങ്ങൾക്ക് പോകാവുന്നതാണ്. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇന്ന് ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ആ ചോദ്യങ്ങൾ കൂടി ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് അതും നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഓരോ ദിവസവും പഠിച്ച് ചെയ്ത് തന്നെയാണ് പോകുന്നത്. പിന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് എല്ലാ ദിവസവും നിങ്ങൾക്ക് അന്നത്തെ പത്രത്തിൽ നിന്നും ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSCയുടെ കറണ്ട് അഫയേഴ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക്, ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാ ദിവസവും വേണമെങ്കിൽ എഴുതി പഠിക്കാം. ചില ഉദ്യോഗാർത്ഥികൾക്ക് അത് എഴുതി പഠിക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടാവത്തില്ല. കാരണം ചിലർ ജോലിക്ക് പോകുന്നവരുണ്ട്, വീട്ടമ്മമാരുണ്ട്, അപ്പോൾ അങ്ങനെ ഒത്തിരി ജോലികളൊക്കെ നോക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീക്കിലി നിങ്ങൾക്ക് ഇതിൻ്റെ റിവിഷൻ വരുന്നുണ്ട്. ആ സമയത്ത് ഒരാഴ്ചത്തെ കറണ്ട് അഫയേഴ്സും മൊത്തം നമ്മൾ ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് തരും. അപ്പോൾ അതെന്ത് ചെയ്യുക, മൊത്തം പഠിക്കുക, അതിൻ്റെ PDF വായിച്ചു കഴിഞ്ഞാൽ ആ കാര്യം അവിടെ സെറ്റാണ്. ഇനി അടുത്തത് നമ്മൾ ഈ പറയുന്ന പോലെ 75 ഹോട്ട് ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകൾ തന്നേക്കണത്, ആ ക്ലാസ്സുകളുടെ എല്ലാം എന്താണ്, എല്ലാ ദിവസത്തെയും ക്ലാസ്സുകളുടെ റിവിഷൻ വരുന്നത് എല്ലാ ഞായറാഴ്ചയുമാണ്. ഞായറാഴ്ച നിങ്ങൾക്ക് ഈ ഒരു എന്താണ് കഴിഞ്ഞ ദിവസത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളുടെയും ക്വസ്റ്റ്യൻസ് കോർത്തിണക്കിക്കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ബോർഡ് ഏകദേശം 50-100 വരെയൊക്കെ പോവാം. അപ്പോൾ അത്രയും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ബോർഡ് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി എക്സാം വരുന്നതിന് മുന്നേ തന്നെ 25 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ
നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കും. അപ്പോൾ 25 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് നമ്മൾ ഇത്രയും നാളും പഠിച്ച കാര്യങ്ങളിൽ നിന്നുള്ള 100 മാർക്കിൻ്റെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, GK ഉൾപ്പെടെയുള്ള എല്ലാം ഉൾപ്പെടുത്തി എന്താണോ PSC എക്സാമിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് അതെല്ലാം വച്ചുകൊണ്ടുള്ള 25 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സെറ്റ് ചെയ്യും. അതേപോലെ തന്നെ 2024 അതേപോലെ തന്നെ 2025 2023 ചോദിച്ച PSCയുടെ 10th ലെവല്, +2 ലെവല്, ഡിഗ്രി ലെവലിൽ വന്ന 50 PYQ ഡിസ്കഷനും ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്തിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഒറ്റ പാക്കേജിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതായത് 2025 നിങ്ങൾക്ക് പഠിച്ചൊരു ജോലിക്ക് കയറാനായിട്ട് അതിയായിട്ടുള്ള ഒരു ആഗ്രഹവും കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ. അതേപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ചാനലിൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്, അതിൽ ജോയിൻ ചെയ്തോ. അതേപോലെ തന്നെ താഴെ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളുടെയും ലിങ്ക് അവൈലബിൾ ആണ്. സെക്രട്ടേറിയറ്റിൻ്റെ ഒരു ബാച്ച് നമ്മൾ റണ്ണിങ് ആണ്. അതേപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ബാച്ചും നിലവിൽ റണ്ണിങ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയിട്ട് ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ PDF നോട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് ഫയൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഓരോ ദിവസവും നിങ്ങൾക്ക് വരുന്ന ക്ലാസ്സിൻ്റെ PDF നോട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക. 2025 മക്കളെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കാനായിട്ട് തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആദ്യത്തെ റാങ്ക് ലിസ്റ്റിലേക്ക് വരാം. ഇതിനു വേണ്ടി നിങ്ങളൊരു 10 പൈസ മുടക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മൊബൈലിൽ നെറ്റ്, അതേപോലെ നിങ്ങൾക്ക് കഷ്ടപ്പെടാനുള്ളൊരു മനസ്സ്, അതേപോലെ തന്നെ ഇതെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ചെയ്തു പോകാനും പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്നിരിക്കും. അത് 100% ഗ്യാരണ്ടിയാണ്. ഞാനിങ്ങനെ പറയുന്നത് ഇപ്പോൾ നാളെ എൻ്റെ നിങ്ങളുടെ അടുത്ത് പറയുന്നത് മറ്റൊന്നുമല്ല. ഈ ഒരു ക്ലാസ് നിങ്ങൾ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും എല്ലാ PDF നോട്ടുകളും നമ്മുടെ ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ഇന്ന് അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ നിലവിൽ തുടങ്ങിയിട്ട് നമുക്ക് ഏകദേശം 10 ദിവസം കഴിഞ്ഞു ക്ലാസ്സുകൾ. ഇന്ന് 11ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റിന് ഏകദേശം 49 ക്ലാസ്സുകളാണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഇടാം. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക മക്കളെ. ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അതായത് അപ്കമിങ് എക്സാംസ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത് 65 മാർക്ക് അല്ലെങ്കിൽ 65 മാർക്കിന് മുകളിലേക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വരുന്ന അപ്കമിങ് എക്സാമുകളാണ് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വരുന്നുണ്ട്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. അതേപോലെ തന്നെ വരുന്ന മറ്റൊരു പോസ്റ്റാണ് നമ്മുടെ ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ വരുന്നത് ഏകദേശം 358 വേക്കൻസി ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്ത് കിടക്കാണ് ആ ഒരു പോസ്റ്റിലേക്കും. അതേപോലെ തന്നെ നമുക്ക് വരുന്ന യൂണിവേഴ്സിറ്റി, LGS, കമ്പനി ബോർഡ്, അപ്പോൾ ഇത്രയും എക്സാംസുകളാണ് അപ്കമിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ എക്സാംസിനെല്ലാം സെയിം സിലബസ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും, ഞാൻ വെറുതെ പറയുന്നതല്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ നമുക്ക് ഈ പറയുന്ന നമ്മുടെ സിലബസ് ആണ് ഈ കാണുന്നത്. ഈ സെയിം സിലബസ് തന്നെയാണ് ഇത് വരുന്നത്. നിങ്ങൾക്ക് 10th മെയിൻസ് ആയിട്ടുള്ള നമ്മുടെ ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കും സെയിം സിലബസ്. ഇത് നോക്കി മക്കളെ. അപ്പോൾ അടുത്ത് ഞാൻ കാണിച്ചു തരാം ഓഫീസ് അറ്റൻഡിൻ്റെ. ഇതാണ് ഓഫീസ് അറ്റൻഡിൻ്റെ. അതിൻ്റെ നോക്കി പൊതുവിജ്ഞാനം ആദ്യം വരുന്ന കേരളം യൂറോപ്യന്മാരുടെ വരവ്. ഇതാണ് ഏതിൻ്റെ ഓഫീസ് അറ്റൻഡ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 587/2023 എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്കാണ് ആദ്യം വരുന്നു. പൊതുവിജ്ഞാനം 5 മാർക്ക്. ഓക്കെ, നോക്കിയേ 4 മാർക്ക് പൊതുവിജ്ഞാനം കേരളം യൂറോപ്പ്. മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ മാത്രം വരുന്നൊരു ചേഞ്ചസ് ആണ് ഇതിൽ വരുന്നുള്ളൂ. ബാക്കി എല്ലാം പഠിക്കേണ്ടത് സെയിം സംഭവമാണ്. അപ്പോൾ ഇനി ഒട്ടും അടിക്കേണ്ട, എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. അതേപോലെ തന്നെ തൊട്ട് താഴെ കാണുന്ന ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഉണ്ട്, അതിൻ്റെ അകത്തും ജോയിൻ ചെയ്തോ. ഇന്നും മുതൽ മക്കളെ പഠിച്ചു തുടങ്ങിക്കോ. മറ്റൊന്നും നോക്കണ്ട. 2025 എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു ഗവൺമെന്റ് ജോലി. ഞാനത് നേടിയെടുക്കുക തന്നെ ചെയ്യും എന്നുള്ള ശപഥത്തോടു കൂടി ഇറങ്ങി തിരിച്ചോ. നമ്മൾ കൂടെയുണ്ട് കട്ട സപ്പോർട്ടുമായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ കാണാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെയും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.